എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉലകം എന്ന വൈരമുത്തുവിൻ്റെ കവിതയുടെ ഒരു മലയാള പരിഭാഷയാണ്. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഉലകം എഴുതിയത് വൈരമുത്തു എന്ന കവിയാണ്. ഉന്നൈ പാർത്ത് ഉലകം കുരയ്ക്കും തന്നம்பிக்கை തളരവിടാതെ ഇരട്ടை പേച്ച് പേസും ഉലകം മിരട്ടും തമ്പി മിരണ്ടു വിടാതെ. ഉന്നൈ പാർത്ത് ഉലകം കുരയ്ക്കും. ഉന്നൈ പാർത്ത് നിന്നെ കണ്ട് ഈ ലോകം കുരയ്ക്കും, എന്തെങ്കിലുമൊക്കെ പറയും. പട്ടി കുരയ്ക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കുരച്ചുകൊണ്ടിരിക്കും. അതായത് ഈ ലോകത്ത് രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും ഒരു വ്യക്തിയെക്കുറിച്ച് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കവിതയാണ്. ലോകത്തിൻ്റെ പ്രകൃതം ഇങ്ങനെയാണ് എന്ന് അടിവരയിടുന്ന ഒരു കവിത. ഉന്നൈ പാർത്ത് ഉലകം കുരയ്ക്കും. നിന്നെ കണ്ട് ഈ ലോകം പട്ടി കുരയ്ക്കുന്ന പോലെ കുരച്ചുകൊണ്ടിരിക്കും, നീ എന്തൊക്കെ തന്നെ ചെയ്താലും. അതുകൊണ്ട് തന്നമ്പിക്കൈ തളരവിടാതെ. തന്നമ്പിക്കൈ എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം. നിന്റെ ആത്മവിശ്വാസം നീ ഒരിക്കലും കൈവടിയരുത്. ഇരട്ടை പേച്ച് പേസും ഉലകം. രണ്ട് രീതിയിലുള്ള പേച്ചാണ്, രണ്ട് രീതിയിലുള്ള സംസാരമാണ് ഈ ലോകം ഒരാളെക്കുറിച്ച് എപ്പോഴും പറയുന്നത്. കുറച്ച് പേര് നല്ല മനുഷ്യനെന്ന് പറയും, ചിലർ മോശമെന്ന് പറയും. ചിലർ ഇയാൾ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് പറയും, ചിലർ ഇയാൾ ചെയ്യുന്നത് മോശമെന്ന് പറയും. അങ്ങനെ രണ്ട് രീതിയിലുള്ള സംസാരം സംസാരിക്കുന്നതാണ് ഈ ലോകം. മിരട്ടും തമ്പി, അത് നിന്നെ ഭയപ്പെടുത്തും. പല പ്രാവശ്യം നിന്നെ അത് ഈ ആൾക്കാരുടെ അഭിപ്രായം നിന്നെ ഭയപ്പെടുത്തും. മിരണ്ടു വിടാതെ, നീ പേടിക്കരുത്, ഒരിക്കലും പേടിക്കരുത്. പേടിച്ചാൽ നിനക്ക് മുന്നേറാൻ പറ്റുകയില്ല. ഒவ்வொരു വായിലും ഒറ്റ നാക്ക്. നമ്മുടെ മനുഷ്യരുടെ വായിലൊക്കെ ഓരോരുത്തർക്കും ഒരു നാക്കാണ്, ആർക്കും രണ്ട് നാക്കില്ല, ഒരു നാക്കേ ഉള്ളൂ. പക്ഷേ ഉലകിൻ വായിൽ ഇരട്ടை നാക്ക്. ഈ ലോകം എന്ന് പറയുന്ന ആ വായിൽ രണ്ട് നാക്കുണ്ട്. അതായത് രണ്ട് അഭിപ്രായമാണ് എപ്പോഴും ആൾക്കാർ നിന്നെക്കുറിച്ച് പറയുന്നത്. എനക്ക് നേർന്ന ഇഴിമൊഴിയെല്ലാം, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ആ മോശമായ കാര്യങ്ങളെല്ലാം ഉനക്ക് ചൊല്ലുகிறேன், ഉള്ളത്തിൽ എഴുത്. ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു അനിയ, അത് നിൻ്റെ മനസ്സിൽ, മനസ്സിൽ നീ പതിച്ച് വൈ. ഇന്നിസൈ തമിഴൈ എളിമൈ ചെയ്തേൻ. ഞാൻ തമിഴിനെ ഒരു എളിയ രീതിയിൽ ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരെന്ത് പറഞ്ഞു? ഇലക്കിയമില്ലൈ ലേഹിയമെൻ്റെത്. എന്തോന്ന് ഈ വൈരമുത്തു പറയുന്നത്? സാഹിത്യമല്ല. ഇലക്കിയം എന്ന് പറഞ്ഞാൽ സാഹിത്യമൊന്നും അല്ല, അത് വെറും ലേഹ്യം, അത് കഴിക്കുന്ന ലേഹ്യം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. തിരൈപ്പാട്ടുക്കുൾ ചെഴുന്തമിഴ് ചെയ്തേൻ. തിരൈപ്പാട്ടെന്ന് പറഞ്ഞാൽ സിനിമാ ഗാനം. ആ സിനിമാ ഗാനത്തിൽ ഞാൻ ചെഴുന്തമിഴ്, നല്ല തമിഴിനെ ഉപയോഗിച്ചു. അപ്പോൾ പരിമേലഴകരൈ വരച്ചൊല്ലേണ്ടത്. ഈ പരിമേലഴകർ എന്ന് പറഞ്ഞാൽ തമിഴിലുള്ള തിരുക്കുറൾ എന്ന് പറയുന്ന ആ സാഹിത്യത്തിന് അർത്ഥം എഴുതിയ ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ സിനിമാ ഗാനം ഇലക്കിയം ചേർത്ത്, സിനിമാ ഗാനത്തിലെ സാഹിത്യം ചേർത്ത് എഴുതിയപ്പോഴും സിനിമാ ഗാനത്തിലെ നല്ല തമിഴിനെ ഞാൻ കലർത്തിയപ്പോഴും അയ്യോ, ഇതെന്തോന്ന് വൈരമുത്തു ഇങ്ങനെയൊക്കെ എഴുതുന്നു, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ തിരുക്കുറളിന് ഗദ്യ രീതിയിൽ അർത്ഥം എഴുതിയ ആ പരിമേലഴകരെ വിളിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ ജീവിതത്തിൽ നല്ലതെന്ന് പറയുന്നില്ല പലരും, മോശമെന്നാണ് ഇതുവരെ പറഞ്ഞു വന്നത്. ഇന്നിസൈ തമിഴൈ എളിമൈ ചെയ്തേൻ ഇലക്കിയമില്ലൈ ലേഹിയം എൻ്റെത്. തിരൈപ്പാട്ടുക്കുൾ ചെഴുന്തമിഴ് ചെയ്തേൻ പരിമേലഴകരെ വരച്ചൊല്ലേണ്ടത്. അയ്യോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പരിമേലഴകരെ വിളിച്ചുകൊണ്ട് വന്നാലേ നമുക്ക് ഈ വൈരമുത്തു പറയുന്നത് മനസ്സിലാവും എന്ന് പറഞ്ഞു. കുറുന്തൊകൈ കമ്പൻ കൊട്ടിമുഴക്കിനേൻ. കുറുന്തൊക എന്ന് പറഞ്ഞാൽ സംഘകാലത്തിലെ ഒരു 8 തുകൈ നൂലുകളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 8 പുസ്തകങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഒരു സമാഹാരം, അതിലൊന്നാണ് ഈ കുറുന്തൊകൈ. കുറുന്തൊകയിലുള്ള കാര്യങ്ങളും കമ്പരാമായണം, കമ്പൻ എഴുതിയത് കമ്പരാമായണം. ആ കുറുന്തൊകൈ, കമ്പരാമായണം, അതിലുള്ള കാര്യങ്ങളൊക്കെ കൊട്ടിമുഴക്കിനേൻ, ഞാൻ അതിലുള്ള കാര്യങ്ങളെ എല്ലാവർക്കും നല്ല മുറയിൽ വിളക്കി ചൊന്നേൻ, ഞാൻ നന്നായിട്ട് ഒന്ന് വിശദീകരിച്ചു പറഞ്ഞു. അപ്പോൾ ആൾക്കാരെന്ത് പറഞ്ഞു? ഓ, ഇവൻ കുണ്ടിച്ചട്ടിയിൽ കുതിരയേണ്ടത്. അയ്യേ, ഇവൻ തോന്ന്
ഈ കുറുന്തകയെക്കുറിച്ചും കമ്പരാമായണത്തിനെക്കുറിച്ചും ഇപ്പോഴും ഈ 20-ാം നൂറ്റാണ്ടിലും പറയുന്നു. ഇവൻ കുണ്ടിച്ചട്ടിയിൽ കുതിരയോട്ട് കിണ്ടാനാ. അതായത് ഒരു ചെറിയ ഒരു കുണ്ടിച്ചട്ടിയിൽ കുതിര ഓട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് നിന്നും കൊണ്ട് ഒരു വിശാലതയില്ലാതെ അവൻ പറയുന്നല്ലോ, ചെറിയ ഒരു വൃത്തത്തിനകത്ത് നിന്നും കൊണ്ടാണല്ലോ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എലിയട്ട് നെരുഡ എല്ലാം ചൊന്നേൻ. എലിയട്ട് ഒരു വലിയ വിദേശ എഴുത്തുകാരനാണ്, ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് എലിയട്ട്. ആ എലിയറ്റിനെ കുറിച്ചും നെരുഡയെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു, ചൊന്നേൻ പറഞ്ഞു. ഉടനെ തിറമയെല്ലാം തിരുടിയതെൻ്റെത്. അയ്യോ, ഇവൻ തിറമയെന്ന് പറഞ്ഞാൽ കഴിവ്. ഇവൻ്റെ കഴിവെന്ന് സ്വന്തം കഴിവൊന്നും അല്ല, തിരുടിയത്. തിരുടെന്ന് വെച്ചാൽ അവൻ മോഷ്ടിച്ചതാണ്. ആരിൽ നിന്നോ മോഷ്ടിച്ചെടുത്ത ആ കഴിവ് ഉപയോഗിച്ചാണ് ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് പറയുന്നത് എന്ന് അതിനും കുറ്റം പറഞ്ഞു. ഞാൻ നല്ലത് പറഞ്ഞാലും അതും തെറ്റ്, തെറ്റായത് പറഞ്ഞാലും അതും തെറ്റ്, എല്ലാം തെറ്റ് തന്നെ അവർക്ക്. അടുത്തത് എളിയ തോറ്റമേ ഇയൽബന ഇരുന്തേൻ. വളരെ സിമ്പിളായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് ഞാൻ വളരെ സിമ്പിളായി, തോറ്റം എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ്, ഞാൻ വളരെ സിമ്പിളായി ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്നു. അപ്പോൾ വടുകപ്പട്ടി വഴുകിയത് എൻ്റെത്. വടുകപ്പട്ടി എന്ന് പറഞ്ഞാൽ വൈരമുത്തു ജനിച്ച തേനി മാവട്ടത്തിലുള്ള ഒരു സ്ഥലമാണ്, ഒരു ഗ്രാമം. ഇവൻ എന്ത് ഇങ്ങനെ നടക്കുന്നത്, ഇവൻ്റെ വസ്ത്രധാരണം എന്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ഈ ശരിക്കും ആ ഗ്രാമമായ വടുകപ്പെട്ടിയിലുള്ള ഒരു സാധാരണക്കാരൻ നടക്കുന്ന പോലെയല്ലേ ഇവൻ നടക്കുന്നത്? വടുകപ്പെട്ടി വഴുകിയത്. അയ്യോ, അവനെ കണ്ടാലേ വടുകപ്പെട്ടി അവിടെ പ്രതിഫലിക്കുകയാണ്, ആ ഗ്രാമം പ്രതിഫലിക്കുകയാണ് എന്ന് എന്നെ പരിഹസിച്ചു. ഇനി അഴകായി നാനും ടൈകൾ കൊണ്ടേൻ. പിന്നെ അഴകെന്ന് പറഞ്ഞാൽ സൗന്ദര്യം, നല്ല സൗന്ദര്യത്തോടു കൂടിയുള്ള ടൈയൊക്കെ കെട്ടി നല്ല ടിപ്പ് ടോപ്പായിട്ട് ഞാൻ നടന്നു. ഉടനെ കുറച്ച് പേര് പറയുകയാണ്, അവർ എന്നെ ആദ്യം പറഞ്ഞവർ എന്നെ വീണ്ടും പറയുകയാണ്, കഴുതയ്ക്ക് എതർക്ക് കൺമയെൻ്റെത്. അയ്യേ, കഴുതയ്ക്ക് ആരെങ്കിലും കണ്ണിൽ കൺമഷി വരയ്ക്കുമോ? അതുപോലെയല്ലേ ഈ കറുത്ത ഇവനിങ്ങനെ ടൈയും കെട്ടിക്കൊണ്ട് നടക്കുന്നത്. വൈരമുത്ത് കാണാൻ കറുപ്പാണ്. ആ കറുത്ത ഈ മനുഷ്യൻ്റെ ഈ ടൈയും കെട്ടിക്കൊണ്ട് നടക്കുന്ന കഴുതയ്ക്ക് ആരെങ്കിലും കൺമഷി വരയ്ക്കുമോ എന്ന് അപ്പോഴും എന്നെ വേറൊരു രീതിയിൽ കുറ്റം പറഞ്ഞു. അടുത്ത് മേടയിൽ കാൽമേൽ കാലിട്ട് അമർന്നേൻ. മേടയെന്ന് പറഞ്ഞാൽ സ്റ്റേജ്. എന്തെങ്കിലും പരിപാടികൾ വരുമ്പോൾ ഞാൻ സ്റ്റേജിൽ കാലിൻ്റെ പുറത്ത് കാലിട്ട് അമർന്നേൻ ഇരുന്നു. ഉടനെ പഠിത്ത തിമിർതാൻ. കുറച്ച് പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അഹങ്കാരം നോക്ക്. പണിവില്ല എൻ്റെ, ഇവന് താഴ്മ എന്ന് പറയുന്നതേ ഇല്ല, അതുകൊണ്ടാണ് കാലിൻ്റെ പുറത്ത് കാലിട്ട് ഇരിക്കുന്നത്. കുറച്ച് പഠിച്ചവനെന്നും പറഞ്ഞുകൊണ്ട് അവൻ നടക്കുന്നു എന്നൊക്കെ കുറ്റം പറഞ്ഞു. ഇനി ഇതിന് വ്യത്യാസമായി മൂത്തവർ വന്നതും മുതലിൽ എഴുന്നേൻ. എന്നെക്കാളും മൂത്തവർ, എന്നെക്കാളും വയസ്സിൽ കൂടിയവർ വന്നപ്പോൾ, വയസ്സ് മുതിർന്നവർ വന്നപ്പോൾ ഞാൻ ആദ്യം ചാടി അങ്ങ് എഴുന്നേറ്റ് നിന്നു. ഉടനെ പറയുകയാണ്, കവിഞ്ഞൻ നല്ല കാക്ക എൻ്റെത്. അയ്യോ, இந்த കവിഞ്ഞൻ നന്നാக കാക്ക പിടിക്കറാൻ എന്ന് തമിഴിൽ പറഞ്ഞാൽ നന്നായിട്ട് സോപ്പിടുകയാണ്. കണ്ട അവനെ ചാടി എഴിക്കുന്ന കണ്ട മൂത്ത ആളിനെ കണ്ടപ്പോൾ അയാളെ ഇവൻ സോപ്പിടുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ കാൽമേൽ കാലിട്ട് ഇരുന്നപ്പോൾ അതിനും കുറ്റം, മുതിർന്നവർ വന്നപ്പോൾ ചാടി എണീറ്റപ്പോൾ അതും കുറ്റം. ഇതെന്തോന്ന് ലോകം? ഉയർന്തോർ പെരുമൈ ഉവന്തു പുകഴ്ന്തേൻ. ഇനി എന്നെക്കാലം ഉയർന്നവരുടെ പെരുമ, വലിയ വലിയ നേതാക്കന്മാരുടെ ആ പെരുമയെ ഞാൻ സന്തോഷത്തോടുകൂടി പുകഴ്ന്നു പറഞ്ഞു. ഉടനെ കാതിൽ പൂ വയ്ക്കാൻ കവനം എൻ്റെത്. ആ കാതിൽ പൂ വയ്ക്കെന്ന് പറഞ്ഞാൽ പറ്റിക്കുക, അവൻ പറ്റിക്കുകയാണ്. കണ്ട ഇങ്ങനെയൊക്കെ ചില ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ഉയർത്തി പറഞ്ഞവൻ മറ്റുള്ളവരെ പറ്റിക്കുകയാണ്. കവനം എൻ്റെത്, സൂക്ഷിക്കണം, അവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കവനം എൻ്റെത്. വിരൽ നഖത്തളവ് വിമർശനം ചെയ്തേൻ. എൻ്റെ വിരലിൻ്റെ നഖത്തിൻ്റെ അളവ്, ആ കുറച്ച് ശകലം ഞാൻ ചില കാര്യങ്ങളെ ഞാൻ വിമർശനം ചെയ്തു. അപ്പോൾ എന്തു പറയുന്നു? അരിവാൾ എടുക്കാൻ 10 എൻ്റെ. അവനെ വിശ്വസിക്കാൻ പറ്റില്ല, അവൻ നമ്മളെ കൊല്ലാൻ വേണ്ടി അരിവാൾ തൂക്കുകയാണ്. 10 മാറിനില്ലേ, ആപത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിലരെ സന്തോഷത്തോടു കൂടി പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവരെ പറ്റിക്കുന്നു എന്ന് പറയുന്നു. ശകലം ചിലരെക്കുറിച്ച് വിമർശനം ചെയ്തപ്പോൾ അവൻ നമ്മളെ കൊല്ലാൻ വേണ്ടി അരിവാൾ തൂക്കുകയാണ്, മാറിനില്ലേ എന്നും പറയുന്നു. ഞാൻ എങ്ങനെ ജീവിക്കും ഈ ലോകത്ത്? ഇനി മറ്റവർ ചൂഴ്ചിയാൽ
മണ്ണിൽ വിഴുന്തേൻ. മറ്റുള്ളവരുടെ ആ തന്ത്രം കൊണ്ട് ഞാൻ മണ്ണിൽ വിഴുന്തേൻ. അങ്ങനെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ മണ്ണിൽ അങ്ങ് തളർന്ന് വീണിട്ടുണ്ട്. ഉടനെ പറയുകയാണ്, ബുദ്ധി കൊഴുത്തവൻ പുതൈന്താൻ എൻ്റെത്. ബുദ്ധി കൊഴുത്തവൻ, ബുദ്ധിയില്ലാത്തവൻ. ബുദ്ധി കൊഴുത്തവൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൂടിയവൻ എന്നാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ബുദ്ധി അങ്ങ് മയങ്ങിയ ഈ വ്യക്തി ബുദ്ധി അങ്ങ് കൂടി, പക്ഷെ വെറും മണ്ടനായതാ പുതൈന്താൻ എൻ്റെത്. അവൻ പുതഞ്ഞു മണ്ണിൽ അങ്ങ് മൂടിപ്പോയി എന്നും പറഞ്ഞു. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് മൂച്ചു പിടിത്ത് ശ്വാസം പിടിച്ച് മുട്ടി മുളയ്ത്തേൻ. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് ജീവിതത്തിൽ ഉയർന്നു വന്നു. ചെടി അങ്ങനെ മുളച്ച് വരുന്ന പോലെ അങ്ങനെ മുളച്ച് വന്നു. അപ്പോൾ പറയുകയാണ്, തന്ത്രക്കാരൻ തള്ളിന്നില്ല എൻ്റെത്. ഡേ അവൻ തന്ത്രക്കാരനാണ്, അവൻ തന്ത്രം പിടിച്ചവനാണ്, തന്ത്രശാലിയാണ്. തള്ളിന്നില്ല, മാറിന്നില്ല. അവനെക്കൊണ്ട് നമുക്ക് ആപത്തുണ്ടാവും എന്ന് പറഞ്ഞു. ഇനി പകയെ കണ്ട് പയ്യെ നകർന്നേൻ. എൻ്റെ ശത്രുക്കളെ കണ്ട്, പകയെന്ന് പറഞ്ഞാൽ ശത്രുക്കളെ കണ്ട് ഞാൻ പയ്യെ നകർന്നേൻ. എന്തിനാണ് വെറുതെ പ്രശ്നം എന്ന് ഞാൻ അങ്ങ് ഒതുങ്ങി നകർന്നേൻ, മാറി നടന്നുപോയി. ഉടനെ ഭയന്ന് വിട്ടാൻ പാവം എൻ്റെത്. ഡേ കണ്ട അവന് നമ്മളെയൊക്കെ ഭയമാണ്, അതുകൊണ്ടാണ് അവ അങ്ങനെ മാറിപ്പോകുന്നത്, പാവം എന്ന് പറഞ്ഞു. പിന്നെ മോദി മിരിത്ത് മുഖത്തിൽ ഉമിഴ്ന്നേൻ. എൻ്റെ ശക്തിയെല്ലാം ചേർത്ത് ആ ദേഷ്യത്തിൽ ഞാൻ അവരെ ഇടിച്ച്, മോദി എന്ന് പറഞ്ഞാൽ ഇടിച്ച് മിരിത്ത് ചവിട്ടി മുഖത്തിൽ ഉമിഴ്ന്നേൻ, മുഖത്തിൽ കാറി തുപ്പി. ഉടനെ പറയുകയാണ്, വിളങ്കി വിട്ടതാ മൃഗം എൻ്റെത്. ഞാൻ പറഞ്ഞില്ലേ അവൻ സാധാരണ മനുഷ്യനല്ല, മൃഗമാണ് എന്ന് അപ്പോഴും പറയുകയാണ്. ഞാൻ മാറിപ്പോയപ്പോൾ പാവം എന്ന് പറഞ്ഞു, ഞാൻ എതിർത്തപ്പോൾ എന്നെ മൃഗം എന്ന് പറഞ്ഞു. ഞാൻ ആരാണ്? നിങ്ങൾ തന്നെ പറയൂ. ഇനി പണത്തിൽ പൊരുളിൽ പറ്ററ്റിരുന്നേൻ. പണം, കാശിലോ അല്ലെങ്കിൽ വേറെ പൊരുൾ വസ്തുക്കളിലോ ഒരു താല്പര്യമില്ലാതെ ഞാൻ കുറച്ചു കാലം ജീവിച്ചു. പറ്ററ്റിരുന്നേൻ. പറ്റെന്ന് പറഞ്ഞാൽ ഒരു പിടുത്തമില്ലാതെ ഞാൻ മാറി അങ്ങ് നിന്നു. അപ്പോൾ ഉടനെ പറയുകയാണ്, വറുമയിൻ വിന്തിൽ പിറന്നവൻ എൻ്റെത്. കണ്ട ഇവന് ഒന്നിലും താല്പര്യമില്ല, പണത്തിലും താല്പര്യമില്ല, മറ്റുള്ള വസ്തുക്കളിലും താല്പര്യമില്ല. ഇവൻ ശരിക്കും ഒരു ആണ്ടിപ്പണ്ടാരമാണ്, വെറും പാവപ്പെട്ടവനാണ്. വറുമയിൻ വിന്തിൽ പിറന്നവൻ ഇവൻ ദാരിദ്ര്യത്തിൻ്റെ ആ ബിന്ദുവിൽ ജനിച്ചവനാണ് എന്ന് പറഞ്ഞു. ഇനി വേറൊരു സന്ദർഭത്തിൽ, എന്നെ തേത്ത് മണ്ഡപം കട്ടിനേൻ. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശരിക്കും എൻ്റെ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കുറച്ച് പൈസ ഉണ്ടാക്കി മണ്ഡപം കട്ടിനേൻ. ഒരു വീട് വെച്ചു, ഒരു നല്ലൊരു മണ്ഡപം, നല്ലൊരു വീട് ഞാൻ കെട്ടി. അപ്പോൾ പറയുകയാണ്, പുലവനില്ലേ. പുലവൻ എന്ന് പറഞ്ഞാൽ കവി. ഇവൻ കവിയൊന്നുമല്ല, പിന്നെ ആര്? പൂർഷ്വ, വലിയ മുതലാളിയാണ്, ഭൂവുടമയാണ്, വലിയ മുതലാളിയാണ്. അതാണ് അത്രയും പൈസ അവന്, അതുകൊണ്ടാണ് ഈ മണ്ഡപം അവൻ കെട്ടിയത് എന്ന് പറയുന്നു. ആദ്യം ഞാൻ ദാരിദ്ര്യത്തിൻ്റെ ബിന്ദുവിൽ ജനിച്ച ആളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു വീട് കെട്ടിയപ്പോൾ ഞാൻ വലിയ മുതലാളി എന്ന് പറയുന്നു. ഇനി സ്വന്തം ഊരിൽ തുളിനിലമില്ല. എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലത്ത് ഒരു തുളിനിലം, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല. ഉടനെ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് മനസ്സിലാക്കിയവരൊക്കെ പറയുകയാണ്, ഇവനാ മണ്ണിൻ മൈന്ദൻ എന്ന് പറയുന്നവൻ. മണ്ണിൻ മൈന്ദനെങ്കിൽ അവന് കുറച്ചെങ്കിലും മണ്ണ് അവന് വേണ്ടേ? ഇവന് മണ്ണൊന്നും ഇല്ലല്ലോ, ഇവന് ഭൂമി ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ തെന്നൈ മരങ്ങൾ തേടി വാങ്ങിനേൻ. കുറച്ച് തെങ്ങുള്ള കുറച്ച് പുരയിടം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ പറയുകയാണ്, പണ്ണയാറാനാൻ പാവലൻ എൻ്റെത്. പാവലൻ എന്ന് പറഞ്ഞാൽ കവി. അവൻ കവിയല്ല, കവി ഇപ്പോൾ ആരായി മാറി? പണ്ണയാർ വലിയ പണക്കാരനായി. തെന്നൈ മരങ്ങൾ തേടി വാങ്ങിനേൻ പണ്ണയാറാനാൻ പാവലൻ എൻ്റെത്. പാവലൻ പണ്ണയാർ ആനാൻ എൻ്റെത്. ഇനി കയവർ കേട്ടാൽ കാശ് മറുത്തേൻ. കയവർ എന്ന് പറഞ്ഞാൽ ചില മോശക്കാർ, ആവശ്യമില്ലാത്ത തെറ്റുകൾ ചെയ്ത് തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർ കയവർ കേട്ടാൽ കാശ് മറുത്തേൻ. ഞാൻ കാശൊന്നും കൊടുക്കാതെ അത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ. ഉടനെ കറക്കമുടിയ കഞ്ചൻ എൻ്റെത്. ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കറക്കാൻ പറ്റില്ല, ഒന്നും കിട്ടില്ല. കറക്കമുടിയ കഞ്ചൻ, ഭയങ്കര പിശുങ്കിയാണ്, ഒന്നും ആർക്കും കൊടുക്കൂല, ഭയങ്കര പിശുക്കനാണ് എന്ന് പറഞ്ഞു. പിന്നെ
ഉണ്മ ഇരുന്താൽ ഉറുപൊരുൾ കൊടുത്തേൻ. വേറെ ചിലർ വന്ന് ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അതിൽ സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കി. ഉണ്മയിരുന്താൽ സത്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഉറുപൊരുൾ കൊടുത്തേൻ. അവർക്ക് ചില സഹായങ്ങൾ, ചില വസ്തുക്കൾ ഞാൻ പണമോ അല്ലെങ്കിൽ വേറെ ചില വസ്തുക്കളോ കൊടുത്തു. അപ്പോൾ പറയാണ് ഉദറിത്തിരിയും ഊദാരിയേണ്ടത്. ഇവ ആരെന്നറിയാം? ഭയങ്കര ഊദാരിയാണ്, ഭയങ്കര ധാരാളിയാണ്. കിട്ടുന്ന എല്ലാം സൂക്ഷിച്ചു വയ്ക്കാതെ ആർക്കെങ്കിലുമൊക്കെ വാരി കൊടുക്കുന്നവനാണ് എന്നും പറഞ്ഞു. പിന്നെ മങ്കയരിടയെ മൗനം കാത്തേൻ. മങ്ക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ മൗനമായി സാധാരണ ഇരിക്കാറുണ്ട്. മൗനമായി ഇരുന്നു. ചില സന്ദർഭങ്ങളിൽ ഞാൻ സ്ത്രീകളുടെ ഇടയിൽ മൗനം സൂക്ഷിച്ച് മിണ്ടാതെ ഇരുന്നു. ഉടനെ കവിഞ്ഞൻ എൻ്റെ ഗർവം എൻ്റെത്. അവൻ പെണ്ണുങ്ങളത്തൊന്നും മിണ്ടൂല്ല. അവൻ ഭയങ്കര ഗർവം പിടിച്ചവനാണ്, ഭയങ്കര അഹങ്കാരം പിടിച്ചവനാണ്. അതുകൊണ്ടാണ് വലിയ കവി എന്നുള്ള അഹങ്കാരത്തോടു കൂടി സ്ത്രീകളുടെ അടുത്ത് പോലും മിണ്ടാതെ ഇരിക്കുന്നത് എന്ന് കുറ്റം പറഞ്ഞു. പിന്നെ വേറെ ചില സന്ദർഭങ്ങളിൽ പെൺകൾ ചിലരുടൻ പേശ തുടങ്ങിനേൻ. ചില സ്ത്രീകളോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഉടനെ പറയാണ് കൺകളെ കവനി കാമം എൻ്റെത്. അവൻ്റെ കണ്ണ് നോക്ക്, അവൻ തെറ്റായ രീതിയിൽ സ്ത്രീകളെ നോക്കുന്നവനാണ് എന്നും പറഞ്ഞു. ഇതെന്തോന്നാണ് ലോകം? ഇനി വിരുതുകൾ കഴുത്തിൽ വീഴക്കണ്ടേൻ. വിരുതെന്ന് പറഞ്ഞാൽ സമ്മാനങ്ങൾ എൻ്റെ കഴുത്തിൽ പല പ്രാവശ്യം ഇങ്ങനെ വീഴുന്നത് ഞാൻ കണ്ടു. ഉടനെ മറ്റുള്ളവർ ചിലർ പറയാണ് കുരുട്ട് അദൃഷ്ടം കൂടിയതെൻ്റെത്. അദൃഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം. ഇവനുള്ള ഭാഗ്യം എന്ത് ഭാഗ്യം എന്നറിയാമോ? അത് ശരിക്കുമുള്ള ഭാഗ്യമല്ല, കുരുട്ട് അദൃഷ്ടം. എങ്ങനെയോ അവന് ഒരു തെറ്റായ രീതിയിൽ കുറുക്ക് വഴിയിൽ ഒരു ഭാഗ്യം ഉണ്ടായി, അതാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് എന്ന് പറഞ്ഞു. വീണ്ടും വിരുതുകൾ കൊണ്ടേൻ. എന്നാൽ വീണ്ടും എനിക്ക് പല പ്രാവശ്യം നാഷണൽ അവാർഡുകളും സംസ്ഥാന അവാർഡുകളും ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടി. വീണ്ടും കിട്ടിയപ്പോൾ പറയാണ് ഡൽഹിയിൽ ആരെയോ തെരിയും എൻ്റെത്. ഇവന് വെറുതെ അല്ല ഇങ്ങനെ അവാർഡുകൾ കിട്ടുന്നത്. ഡൽഹിയിൽ കേന്ദ്രത്തിൽ ആരെയോ തെരിയും, ഇവന് ആരെയൊക്കെ പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഇവനിങ്ങനെ അവാർഡുകൾ വീണ്ടും കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. തിസൈകൾ തോറും തേതി കൊടുത്തേൻ. ഞാൻ ഇത്തിരി കുറച്ച് വലിയവനായി, എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ട് ഓരോ പരിപാടികൾ നടത്താൻ വേണ്ടി പലരും എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഓരോ ദിക്കിലും ഓരോ തിസയിലും ഞാൻ തീയതി കൊടുത്തു. ഇന്ന് വരാം, നാളെ വരാമെന്ന് ഓരോ ഡേറ്റ് കൊടുത്തു. ഉടനെ പറയാണ് അയ്യോ പുകഴുക്ക് അലഹിറാൻ എൻ്റെത്. കണ്ട അവൻ ചോദിക്കുന്നവർക്കെല്ലാം ഡേറ്റ് കൊടുക്കുകയാണ് വരാമെന്ന്. അവൻ പുകഴിന് വേണ്ടി അലയുന്നവനാണ് എന്ന് പറഞ്ഞു. പിന്നെ നേരക്കുറവ് നിർത്തിക്കൊണ്ടേൻ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നിർത്തിക്കൊണ്ടേൻ. അങ്ങനെ പോകുന്നതിന് ഞാൻ നിർത്തി. ആര് വിളിച്ചാലും പിന്നെ പോകാതിരുന്നു. ഉടനെ പറയാണ് കണക്ക് പാർക്കിറാൻ കവിഞ്ഞൻ എൻ്റെത്. നോക്ക് ഈ കവി കണക്ക് നോക്കുകയാണ്. അങ്ങനെ കണക്ക് നോക്കുന്നതുകൊണ്ടാണ് അവൻ വിളിക്കുന്ന സ്ഥലത്തൊന്നും പോകാത്തത് എന്നും പറയുന്നു. ഇതെന്തോന്ന് ലോകം? അപ്പടി ഇരുന്നാൽ അതും തപ്പ്, ഇപ്പടി ഇരുന്നാൽ ഇതും തപ്പ്. അങ്ങനെ ഇരുന്നാൽ അതും തെറ്റ്, ഇങ്ങനെ ഇരുന്നാൽ ഇതും തെറ്റാണെന്ന് ഞാൻ എന്തു പറയാൻ? കത്തും നായ്ക്ക് കാരണം വേണ്ട. മൊത്തത്തിൽ പറയാൻ പോവുകയാണെങ്കിൽ കുരയ്ക്കുന്ന പട്ടിക്ക് ഒരു കാരണവും വേണ്ട. അത് കാരണമില്ലാതെ തന്നെ കുരച്ചുകൊണ്ടേയിരിക്കും. കത്തും നായ്ക്ക് കാരണം വേണ്ട. കത്തും കുരയ്ക്കും നായ്ക്ക്, കുരയ്ക്കും പട്ടിക്ക് കാരണം വേണ്ട. തൻ നിഴൽ പാർത്ത് താനേ കുരയ്ക്കും. തൻ്റെ നിഴലിനെ കണ്ടുപോലും ആവശ്യമില്ലാത്ത പട്ടി ചുമ്മാ കുരച്ചുകൊണ്ടേ ഇരിക്കും. കാരണമില്ലാതെ എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നവർ ആ പട്ടിയെപ്പോലെ എന്തെങ്കിലും പറഞ്ഞ് കുരച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉലകിൻ വായൈ തൈത്തിട്. എന്ത് ചെയ്യണം? ഈ ലോകത്തിൻ്റെ വായെ നീ ഒരു സൂചിയും നൂലും എടുത്ത് ചേർത്ത് അങ്ങ് തച്ച് കെട്ടിവൈ. പിന്നെ ആ ലോകം വാ തുറക്കരുത്. അല്ലത് 2 ചെവികളെ ഇറുക്കി മൂടിട്. നിൻ്റെ 2 ചെവികളെയും നന്നായിട്ട് ഇറുക്കി, കൈകൊണ്ട് നന്നായിട്ട് ഇറുക്കി മൂട്. അതല്ലേ നല്ലത്, എങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനാൽ ഒന്നുകിൽ ഇങ്ങനെ ലോകത്തിൻ്റെ വായ ഇറുക്കി തച്ച് കെട്ട്, അല്ലെങ്കിൽ 2 ചെവികളെയും ഇറുക്കി മൂട്, കൈകൊണ്ട് ഇറുക്കി മൂട്. ഇനി അവസാനമായി ഞാൻ പറയുകയാണ് ഉലകിൻ വായെ തൈപ്പത് കഠിനം.
അത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഈ ലോകത്തിൻ്റെ വായ തയ്ക്കുന്നത് എന്ന് പറയുന്നത് കഷ്ടമുള്ള കാര്യമാണ്. കാരണം ഈ ലോകത്ത് എത്രയോ കോടി ജനങ്ങളുണ്ട്. ഇത്രയും ജനങ്ങളുടെ വായ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സൂചി നൂലെടുത്ത് തയ്ച്ച് വയ്ക്കാൻ പറ്റില്ല. അതിനേക്കാളും കഠിനം എന്ന് പറഞ്ഞാൽ പാട് കഷ്ടമാണ്, ഒക്കെ തയ്ക്കുന്നത് കഷ്ടമാണ്. അതിനേക്കാളും ഉന്തൻ ചെവികളെ മൂടുതൽ സുലഭം. നിന്റെ 2 ചെവികളെയും കൈകൊണ്ട് മൂടി ഒന്നും കേട്ടില്ല എന്ന് നടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നും നമ്മളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ ഒരാൾ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം കൊണ്ടോ വേറെ ഒരു കാരണം കൊണ്ടോ പറയുമ്പോൾ നമ്മൾ കേട്ടില്ല എന്ന് നടിച്ച് ജീവിക്കുക. കാരണം മനുഷ്യർ അങ്ങനെയാണ്, ലോകത്തിൻ്റെ പ്രകൃതം അങ്ങനെയാണ്. ഓരോരുത്തരെ കുറിച്ചും 2 അഭിപ്രായം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ജീവിച്ചാലും നമ്മളെ കുറ്റം പറയും, നമ്മൾ താഴ്ന്നു പോയാലും കുറ്റം പറയും. ഇതാണ് ലോകം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കവിതയാണ്. സ്നേഹമുള്ളവരെ, അർത്ഥപുഷ്ടിയുള്ള ഒരു നല്ലൊരു വൈരമുത്തുവിൻ്റെ കവിതയെ നിങ്ങൾ ഇതുവരെ കേട്ടു. ഒരു മനുഷ്യനെക്കുറിച്ച് ഈ ലോകം 2 അഭിപ്രായം എപ്പോഴും പറയും. ഈ ലോകം അങ്ങനെയാണ്. നമ്മൾ നന്നായി ജീവിച്ചാലും ജീവിക്കാൻ വിടില്ല, മോശപ്പെട്ടു പോയാലും ജീവിക്കാൻ വിടില്ല. എപ്പോഴും ആരെങ്കിലുമൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ ഒരു തുച്ഛമായി വിചാരിച്ച് ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ ജീവിച്ച് കാണിക്കുക, ജീവിച്ച് മുന്നേറുക എന്ന് പറയുന്ന ഒരു നല്ലൊരു കവിതയാണ്. കവിതയെ കേട്ട് നിങ്ങൾ കവിത ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.